مرحبا അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും കാരുണ്യവാനായ നാഥൻ്റെ അനുഗ്രഹവും കാവലും സംരക്ഷണവും നാം ഓരോരുത്തരുടെ മേലും നമ്മുടെ കുടുംബാദികളുടെ മേലും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളുടെ മേലും നിരന്തരം ഉണ്ടാകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം അതിഭീകരമായ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ എല്ലാ കഴിവുകളും സംവിധാനങ്ങളും എല്ലാ ശക്തിയും ദുർബലമായി പോകുന്ന വേദനാജനകമായ അവസ്ഥയിലാണ് നാം ഉള്ളത്. നിസ്സഹായരായ ഒരുപാട് മനുഷ്യർ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രങ്ങളുടെയും അതിനൂതന സാങ്കേതിക വിദ്യ കൊണ്ടൊന്നും നിലവിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് നേരിയ തോതിൽ പോലും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നാം ദിനേന എന്നവണ്ണം അനുനിമിഷം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഞാൻ ഇതുവരെയും ഇത് സംബന്ധിച്ച് കൊറോണ വിഷയം സംബന്ധിച്ചൊരു വോയിസ് ഇടുകയോ വിശദമായ പ്രാർത്ഥനകൾ നടത്തുകയോ ചെയ്തില്ല എന്നുള്ള ഒരുപാട് സഹോദരങ്ങൾ പറയുകയുണ്ടായി. ചില സന്ദർഭങ്ങളിൽ മൗനമാണ് കൂടുതൽ മെച്ചം എന്ന് തോന്നാറുള്ളത് കൊണ്ടാണ് ഒരുപാട് വിഷയത്തെക്കുറിച്ചൊന്നും സംസാരിക്കാതിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തിൽ ഏറ്റവും അധികം നമുക്ക് വേദന പകരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്ത് പതിനായിരക്കണക്കിന് മനുഷ്യർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഓരോ കാഴ്ചകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ണീര് വറ്റിപ്പോകുന്ന, കരഞ്ഞു കരഞ്ഞ് കണ്ണീര് വറ്റിപ്പോകുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാകുമ്പോഴും നമ്മുടെ നാട്ടിനോട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ നമ്മെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ പോയി ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന അസംഖ്യം നേഴ്സുമാരുണ്ട്, സഹോദരിമാരും സഹോദരന്മാരും. ആ ആരോഗ്യ പ്രവർത്തകരായവർ നൂറുകണക്കിന് വിവിധ രാജ്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ രോഗത്തോട് ബന്ധപ്പെട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ വിവിധ മേഖലകളിലെ ഹോസ്പിറ്റലുകളിൽ പല നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഈ രോഗം പിടിപെട്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന അസംഖ്യം സഹോദരിമാരിൽ ഒരുപാട് പേർക്ക് ഈ രോഗം ബാധിച്ചിട്ടുണ്ട്. അവരൊക്കെ വളരെ വേദനയോടുകൂടിയാണ് ഈ രോഗശാന്തിക്ക് വേണ്ടി, ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി, അവരെ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യമാണ്, കേരളീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രിയപ്പെട്ട പതിനായിരക്കണക്കിന് പ്രവാസികളായ സഹോദരങ്ങൾ. അവർ നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ്. അവരാണ് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തകർന്നു പോകാതെ, മുമ്പ് പലപ്പോഴും ഞാൻ എൻ്റെ പ്രഭാഷണങ്ങൾ പറഞ്ഞിട്ടുള്ളതുപോലെ, കേരളത്തിൽ പട്ടിണി മരണം സംഭവിക്കാതെ കേരളത്തെ പിടിച്ചു നിർത്തിയത് പ്രവാസികളായ സഹോദരങ്ങളാണ്. ഇന്നും നമ്മുടെ നാട്ടിൽ ഉയർന്നു നിൽക്കുന്ന ഒരുപാട് കെട്ടിടങ്ങൾ, ഒരുപാട് പള്ളികൾ, ഒരുപാട് അറബി കോളേജുകൾ, മദ്രസകൾ, അനാഥാലയങ്ങൾ, മറ്റൊരുപാട് സ്ഥാപനങ്ങൾ, ജാതിമത ഭേദമന്യേ നാട്ടിൽ ഉയർന്നു നിൽക്കുന്ന ഒരുപാട് മതസ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ, അതെല്ലാം ആ സ്ഥാപനങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പിന്നിൽ ഉള്ളത് പ്രവാസികളുടെ വിയർപ്പാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് കഷ്ടങ്ങളും വേദനകളും അവരനുഭവിച്ചാണ് അവർ നാട്ടിൽ വരുമ്പോൾ അവരുടെ ഉള്ളിലെ വേദനയും അവർ വിദേശത്ത് അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ഒന്നും പ്രകടമാകാതെ നല്ല വസ്ത്രം ധരിച്ചും സുഗന്ധം പൂശിയും ഒക്കെ നമ്മുടെ മുന്നിലൂടെ വളരെ സന്തോഷത്തോടുകൂടി അവർ ചുരുങ്ങിയ ദിവസങ്ങൾ നിന്നിട്ട് കടന്നു പോകാറുണ്ട്. ഇപ്പോൾ ആ പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾ, എന്നും നമ്മുടെ നാടിനെ സഹായിച്ചിട്ടുള്ളവർ, ഇന്നവർ ഏതെങ്കിലും നിലയിൽ നമ്മുടെ നാട്ടിൽ നിന്നോ മറ്റുള്ളിടത്തുനിന്നോ ഒരു പിന്തുണയും സഹായവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, വിവിധ തരത്തിലുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഗവൺമെന്റ് തലത്തിലും അല്ലാതെയുമൊക്കെ പലരും പലതരത്തിലുള്ള പരിശ്രമങ്ങൾ അവർക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നടത്തുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പ്രധാനമായും പ്രവാസികളോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചും അതിനുവേണ്ടി ഗവൺമെന്റ് നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് സൂചിപ്പിച്ചത് അദ്ദേഹം. അതല്ലാതെ തന്നെയും മറ്റു പല സംഘടനകളും, പ്രവാസി സംഘടനകളും വ്യക്തികളുമൊക്കെ കഴിയുന്നവണ്ണം അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാകുമ്പോഴും നിരവധി പ്രവാസി സഹോദരന്മാരുടെ ദുആവസിയത്തുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രോഗം പോസിറ്റീവാണ് എന്ന് വിധി എഴുതപ്പെട്ടവർ, പോസിറ്റീവ് ആയിട്ടും ആശുപത്രികളിൽ നിന്ന് കൃത്യമായി ചികിത്സിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ, റൂമിൽ ഞെങ്ങി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും വിഷമം അനുഭവിക്കുന്നവർ, നാട്ടിൽ നിന്ന് വിസിറ്റിങ്ങിൽ കൊണ്ടുപോയ ഉമ്മമാര് മറ്റുള്ളവരൊക്കെ അവിടെ കുടുങ്ങി
അവർക്കാവശ്യമായ മരുന്നും സാധനങ്ങളും പോലും കൃത്യമായി വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തവർ, ഇങ്ങനെ ഒരുപാട് തരത്തിൽ ഭക്ഷണം, ചികിത്സ തുടങ്ങി താമസ സൗകര്യം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങളിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നിലവിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ അവരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഓരോരുത്തരും അവരവരാൽ കഴിയുന്ന സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനോടെല്ലാം ഒപ്പം നമ്മൾ ചെയ്യേണ്ട വളരെ സുപ്രധാനമായ കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. വളരെ ആത്മാർത്ഥമായി തന്നെ നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കൊണ്ട് മാത്രം നാം ഈ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പ്രാർത്ഥനയെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത് കൊണ്ട് ചെയ്യൽ മാത്രമാകരുത് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കാൻ സൂചിപ്പിച്ചിട്ടുള്ളിടത്തെല്ലാം അത് പാലിക്കേണ്ടതുണ്ട്. മാസ്ക് ഇട്ടുകൊണ്ടേ പോകാവൂ എന്ന് പറഞ്ഞിട്ടുള്ളിടത്ത് മാസ്ക് ഇട്ട് മാത്രമേ പുറത്തേക്ക് പോകാവൂ. ഗ്ലൗസ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് ഗ്ലൗസ് ഉപയോഗിച്ച് തന്നെ പോകണം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നത് നമ്മുടെ മുമ്പിലുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യണം. ഇപ്പോൾ റമളാൻ വരാൻ പോവുകയാണ്. ലോക്ക്ഡൌൺ വീണ്ടും നീട്ടുകയാണ്. ഈ സാഹചര്യത്തിൽ റമളാനിൽ നമുക്ക് എത്രയോ കാലങ്ങളായി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും റമളാനിൽ പള്ളിയിൽ പോകാതിരിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. റമളാനിൽ തറാവീഹ് നമസ്കാരത്തിന്റെ സന്തോഷവും അതുപോലെ തന്നെ മറ്റു കൂട്ട നമസ്കാരങ്ങളും നോമ്പുതുറയും ഇതിന്റെ ഒക്കെ സന്തോഷം ഒരുപക്ഷെ ഈ റമളാനിൽ നമുക്ക് ആ ഒരു അർത്ഥത്തിൽ ഇല്ലാതാവുകയാണ്. പക്ഷെ അതിന്റെ പേരിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എവിടെയെങ്കിലും ഒന്ന് ഈ നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒന്ന് തെറ്റിച്ചിട്ട് എവിടെങ്കിലും ഒരു പള്ളിയിലൊന്ന് പോകാം, എവിടെങ്കിലും ഒന്ന് കൂടാം എന്നൊന്നും നാം ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇത്തരം ഘട്ടങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ, അതിനു മുമ്പ് ഒക്കെ നടന്നു പോയിട്ടുണ്ട്. അന്നൊക്കെ ഇതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നും ഇത്തരം ഘട്ടങ്ങളിൽ നാം എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നും, ജുമാ മുടങ്ങേണ്ടി വന്നാലും ജമാഅത്ത് മുടങ്ങേണ്ടി വന്നാലും ഒക്കെ ഏതൊക്കെ നിലയിലാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ നിയമത്തിന്റെ പുസ്തകങ്ങളിൽ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു ഭീതിതമായ സന്ദർഭമാണിത്. ഈ സന്ദർഭത്തിലും അത് സൂക്ഷിക്കുന്നതിന് ജുമായിക്ക് പോകരുത് എന്ന് ഗവൺമെന്റിന് നമ്മളോടുള്ള വിരോധം കൊണ്ടല്ല പറയുന്നത്, പോലീസിന് നമ്മളോടുള്ള വിരോധം കൊണ്ടല്ല പറയുന്നത്. അങ്ങനെ പോകണ്ട എന്ന് പ്രഖ്യാപിച്ച നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിത സംഘടനകളും നേതാക്കന്മാരും അവരതിൽ മനസ്സ് സന്തോഷത്തോടു കൂടി പറഞ്ഞതല്ല. പക്ഷെ നമ്മുടെ പ്രത്യേകമായ സാഹചര്യം അതിന് നമ്മെ നിർബന്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ നാം സൂക്ഷ്മത പുലർത്തുക. നാം ഇങ്ങനത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ ആ പ്രതിസന്ധിക്കുള്ളിൽ വളരെ നമ്മൾ റിസ്ക് എടുത്ത് പോയി പള്ളിയിൽ പോവുകയോ അവിടെ തന്നെ പോയി നിസ്കരിക്കുകയോ ചെയ്യണമെന്നില്ലല്ലോ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്, ഇത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ സിംഹാസനം വിശ്വാസിയുടെ വാരിയല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരംഗമാണ് എന്ന്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ എവിടെ ഏത് ഇരുൾ നിറഞ്ഞ മുറിയിലും ഏത് ചെറിയ മുറിയിലും ഇരുന്ന് റബ്ബിനെ വിളിക്കാനും, റബ്ബിനോട് നമ്മുടെ പരാതികൾ പറയാനും, റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങൾ തേടാനും, റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരയാനും, റബ്ബിന്റെ മുന്നിൽ നമ്മുടെ ആവലാദികൾ അഴിച്ചു വെക്കാനും ഒക്കെ നമുക്ക് കഴിയും. അങ്ങനത്തെ ഒരു റബ്ബിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, അത്തരം കാര്യങ്ങളിൽ നാം ദുർവാശികളും അതുപോലെ ശരിയല്ലാത്ത വഴികളും തുടരരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രോഗം വല്ലാതെ പടർന്നു പിടിക്കുമ്പോഴും നമ്മുടെ കൊച്ചു കേരളത്തിലൊക്കെ വളരെ ശക്തമായി നിയന്ത്രിച്ചു പോകാൻ കഴിയുന്നത് യഥാസമയം നമ്മുടെ പ്രിയപ്പെട്ട ഗവൺമെന്റ് സംവിധാനങ്ങളും അതുപോലെ മറ്റുള്ള നമ്മുടെ നാടിന്റെ സംവിധാനങ്ങളും പണ്ഡിത നേതൃത്വങ്ങളും ഉസ്താദുമാരും ഒക്കെ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് മറ്റു മതവിശ്വാസികളും ആ മതത്തിന്റെ പുരോഹിതന്മാരും, ക്രിസ്തീയ പുരോഹിതന്മാരും, മറ്റു ഹിന്ദുമത വിശ്വാസികളും അവരുടെ ക്ഷേത്രങ്ങളോടും മറ്റും ബന്ധപ്പെട്ടവരും ഇവരൊക്കെ യഥാസമയം നടത്തിയ കൃത്യമായ ഇടപെടലുകൾ കാരണമായിട്ടു കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപക്ഷെ മറ്റേതൊരു നാടിനേക്കാളും ഈ രോഗത്തെ പിടിച്ചു നിർത്തി പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്. കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നാം വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. വളരെ ഗൗരവമായി നാം ഒരു പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. അത് ഞാൻ നമ്മുടെ അജുവ സ്വലാത്ത് മജ്ലിസിൽ നമുക്ക് സ്വലാത്തു ആയിഷ ചൊല്ലുന്നതിനുള്ള പ്രത്യേകമായ ഇജാസത്ത് തന്നിട്ടുള്ള അഭിനന്ദനായ സൂഫിവര്യനായ പണ്ഡിതവരവന്യൻ നമുക്കറിയാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമതൻ ബിദവാമി മിൽക്കില്ലാഹി എന്ന സ്വലാത്ത് ലക്ഷക്കണക്കിന് സ്വലാത്തുകളാണ് ഓരോ ആഴ്ചയും ചൊല്ലുന്നത്. അതിന് നമുക്ക് അത് ചൊല്ലുന്നതിനുള്ള പ്രത്യേകമായ അനുവാദവും ഇജാസത്തും തന്നിട്ടുള്ള അഭിനന്ദനായ ഗുരുവര്യന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രത്യേകമായ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രതിഫലാർഹമായി പഠിപ്പിച്ചിട്ടുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ മഹോന്നതമായ നാമം, അവന്റെ മഹോന്നതമായ വിശേഷണങ്ങൾ ഇത് ഉൾക്കൊള്ളുന്ന
എല്ലാ വിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ ഓരോ ഒന്നൊഴികെ എല്ലാ അധ്യായങ്ങളും ആരംഭിക്കുന്ന അല്ലാഹു തആല വളരെ പ്രാധാന്യപൂർവ്വം ഖുർആൻ ആരംഭിക്കുന്നതിന് അല്ലാഹു തന്നെ ഉപയോഗിച്ച ആ മഹോന്നതമായ വാചകം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരുപാട് ഗുണങ്ങളാണ് ഗ്രന്ഥങ്ങളിൽ അതിൻ്റെതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അത് 25,000 പ്രാവശ്യം ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ചൊല്ലി തീർക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നമുക്ക് തന്നിട്ടുണ്ട്. അത് ചൊല്ലുമ്പോൾ അതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം, കഴിവിന്റെ പരമാവധി ഒരു റൂമിലുള്ളവർ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ളവർ ഒരുമിച്ചിരുന്ന് ഒരേ ഇരിപ്പിൽ തന്നെ 25,000 പ്രാവശ്യം അത് ചൊല്ലി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 25,000 പ്രാവശ്യം ഒരേ ഇരിപ്പിൽ എന്ന് പറയാൻ 10 പേരുണ്ടെങ്കിൽ 2,500 ചൊല്ലിയാൽ മതി. അതിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്രമീകരിച്ച് ചൊല്ലിയാൽ മതിയല്ലോ. അപ്പൊ എത്രത്തോളം അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒന്നിലധികം ആളുകൾ കൂടിയിരുന്ന്, വീട്ടിലുള്ള മക്കളും ഭാര്യയും എല്ലാവരും കൂടിയിരുന്ന്, അതുപോലെ ഗൾഫ് നാടുകളിൽ രോഗങ്ങൾക്ക് പെട്ട് ആശുപത്രിയിലായി പോകാത്ത റൂമുകളിലൊക്കെ കഴിയുന്ന സഹോദരങ്ങൾ ഒരുമിച്ചിരുന്ന്, അങ്ങനെ തന്നെ ഈ രോഗമില്ലാതെ തന്നെ ക്വാറന്റൈനിൽ കഴിയുന്ന സഹോദരങ്ങൾ ഒരുമിച്ചിരുന്നെന്ന് പറഞ്ഞാൽ സൂക്ഷിക്കേണ്ട ഡിസ്റ്റൻസുകൾ സൂക്ഷിച്ചുകൊണ്ട് തന്നെ അവര് അടുത്തടുത്ത റൂമുകളിലാണെങ്കിലും ശബ്ദം കേൾക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്ന അവസ്ഥയിലുള്ളവർ അങ്ങനെ ഇരുന്ന് ഒക്കെ കഴിവിന്റെ പരമാവധി ആ സ്വലാത്ത് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 25,000 ചൊല്ലുക. അതല്ല ഇനി അത്രയും ഒരുമിച്ചിരുന്ന് ചൊല്ലാൻ കഴിയാത്തവർ ഒരേ ഇരിപ്പിൽ തീർക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അത് കഴിയുന്നതിന്റെ പരമാവധി തീർത്തുകൊണ്ട് എത്രയും വേഗം തീർക്കുക, എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചെയ്തു തീർക്കുകയും നമുക്ക് ആത്മാർത്ഥമായിട്ട് പൊട്ടിക്കറിഞ്ഞ് നമ്മുടെ റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രത്യേകിച്ചും പ്രവാസികൾ ഉൾപ്പെടെയുള്ള സഹോദരങ്ങളുടെ ഈ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അത് ഒന്നും സംഭവിച്ചു പോകരുത്. അവർ ഈ രോഗം അവരെ കീഴ്പ്പെടുത്തി പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇതിനെ അതിജീവിക്കണം. അവർക്ക് ഇതിനെ അതിജീവിച്ച് അവർക്ക് അവരുടെ വ്യക്തിപരമായി, അവരുടെ കുടുംബപരമായി, അതുവഴി നമ്മുടെ നാടിന് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ നേട്ടങ്ങളും ഇൻഷാ അല്ലാഹ് തുടർന്നും ഉണ്ടാവുകയും തുടർന്നും എല്ലാ അനുഗ്രഹത്തോടും കൂടി നമ്മുടെ നാടും നമ്മുടെ സമൂഹവും ഒക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളും ഈ അഭ്യർത്ഥന പ്രത്യേകം സ്വീകരിച്ച് കഴിവത് ഇന്ന് പറ്റുന്നില്ലെങ്കിൽ നാളെയെങ്കിലും ഈ കാര്യം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് കൂട്ടമായി ദുആ ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി